الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي تحسنت بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى صدق الله مولانا العظيم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين صدق رسوله الكريم صلى الله عليه وسلم. ബഹുമാനമുള്ള ഈ പ്രദേശത്തെ കാരണവന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, ലോകം പടക്കാൻ തന്നെ കാരണഭൂതരായ മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്ത് പ്രസംഗം നടത്തിയും ഗാനമാലപിച്ചും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാഴ്ത്തുന്ന ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടുന്നത് തികച്ചും ഒരു ഇബാദത്താണ്. ദിക്റുൽ അംബിയാ ഇബാദ വ ദിക്റുസ് സാലിഹീന കഫാറ ശഫീഉനാ റസൂലുള്ളാഹി. അമ്പിയാക്കളെ സ്മരിക്കൽ ഇബാദത്താണ്, സാലിഹീങ്ങളെ സ്മരിക്കൽ കഫാറത്താണ്, ദോഷങ്ങളെ പൊറുപ്പിക്കുന്നതാണ്. അമ്പിയാക്കളുടെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്മരിക്കുന്ന ഈ സദസ്സ് പുണ്യനബിയുടെ മദ്ഹ് പറയുന്ന സദസ്സാണല്ലോ. അതിൽ ഞാൻ അല്പനേരം ഇരിക്കട്ടെ എന്ന നിയ്യത്ത് ആദ്യം നമ്മളിൽ ഉണ്ടാവണം. അതല്ലെങ്കിൽ കേവലം കുട്ടികളുടെ വായിൽ നിന്ന് വരുന്ന ഗാനം ആസ്വദിക്കാൻ വേണ്ടി, പ്രസംഗം ആസ്വദിക്കാൻ വേണ്ടി എന്ന നിയ്യത്ത് മാത്രമായി ചുരുങ്ങിയാൽ നമുക്ക് ലഭിക്കാനുള്ള ധാരാളം ഗുണങ്ങൾ നാം അറിയാതെ നഷ്ടപ്പെട്ടു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന സദസ്സിലിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നു. നമ്മുടെ ആവശ്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുന്നു.
നമ്മുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ തരുന്നു. ഈ സദസ്സ് പിരിയുമ്പോഴേക്ക് നമ്മുടെ ഹൃദയത്തിലുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് നിറവേറ്റി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് പഠിക്കാനാണ് പരിശുദ്ധ റബീഉൽ അവ്വലിലെ മുഴു സമയങ്ങളിലും നാം തയ്യാറാകേണ്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ ഒരാളും മുഅ്മിനാകൂല എന്ന് പറഞ്ഞത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ നിന്ന് ഒരാളും സ്വന്തം മാതാപിതാക്കളെക്കാൾ, സ്വന്തം മക്കളെക്കാൾ, മറ്റു എന്ത് വസ്തുക്കളെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ ആരും തന്നെ മുഅ്മിനാകൂല എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ നമ്മളൊക്കെ അത് പറയുമ്പോ നമ്മൾ കരുതാറുള്ളത്, അതല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അത് സ്വന്തമായ ഒരു സ്വാർത്ഥ താല്പര്യമാണെന്നാണ്. എന്നാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറയുന്നത് എന്തിനാണ്? തികച്ചും നമ്മുടെ മാത്രം ഗുണത്തിന് വേണ്ടിയാണ്. നാം സ്നേഹിച്ചിട്ടില്ലെങ്കിലും, നാം ദുആ ചെയ്തിട്ടില്ലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്നിന്റെയും കുറവില്ല. നാം സ്നേഹിക്കുന്നതും നാം ദുആ ചെയ്യുന്നതും നാം സ്വലാത്ത് ചൊല്ലുന്നതും നമുക്ക് ഗുണത്തിന് വേണ്ടിയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സല്ലല്ലാ അലയ്യ സ്വലാത്തൻ വാഹിദ, എന്റെ മേലിൽ ആരെങ്കിലും ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അസ്റ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് നൽകുന്നത് 10 ഗുണങ്ങളാണ്. ഈ ഹദീസുകൾ കൂട്ടി വായിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണ് ഈ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ലോകത്തെ ആദ്യത്തെ സൃഷ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെയാണ്. ഒരു ദിവസം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നപ്പോ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലയോ ജിബ്രീൽ, അങ്ങേക്ക് എത്ര വയസ്സായിട്ടുണ്ടാകും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുക, എത്ര വയസ്സായിട്ടുണ്ടാവും? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എത്ര വയസ്സാന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. എനിക്കൊരു കാര്യം അറിയാം, 70,000 വർഷത്തിൽ ഒരിക്കൽ മാത്രം ആകാശത്ത് പ്രത്യക്ഷപ്പെടാറുള്ള ഒരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രത്തിന്റെ പ്രത്യേകത 70,000 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അത് ആകാശത്ത് പ്രത്യക്ഷപ്പെടാറുള്ളൂ. ആ നക്ഷത്രം 70,001 തവണ ഞാൻ കണ്ടിട്ടുണ്ട് ഹബീബേ എന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വയസ്സ് മനസ്സിലായില്ലേ? 70,000 വർഷത്തിൽ ഒരിക്കൽ മാത്രം ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രം 70,001 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ ജിബ്രീലേ, ആ 70,000 വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെടാറുള്ള ആ നക്ഷത്രം ഏതാണെന്ന് നിനക്കറിയുമോ? അറിയില്ല ഹബീബേ, ഏതാണ് ആ നക്ഷത്രം എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ നക്ഷത്രം ഞാനായിരുന്നു ജിബ്രീൽ. ആ നക്ഷത്രം ഞാനായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും പടക്കുന്നതിന്റെ മുമ്പ്, മലായികത്തിനെയും പടക്കുന്നതിന്റെ മുമ്പ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ അല്ലാഹു തആല സൃഷ്ടിച്ചു എന്ന് ചുരുക്കം. ചില സമയങ്ങളിൽ ആകാശത്തേക്ക് നോക്കിയിട്ട് മലർന്നു കിടക്കാറുണ്ടായിരുന്നു മഹാനായ റസൂലുള്ളാഹി. നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടന്നിട്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, എന്നെ ഈ ദൗത്യം അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആ ആകാശത്ത് തിളങ്ങി കാണുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു നക്ഷത്രമായി നിൽക്കാനാണ് എന്ന് റസൂലുള്ളാഹി. മുൻ അവസ്ഥയിലേക്ക് മടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതാണ് എനിക്ക് താല്പര്യം എന്ന് റസൂലുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായി, അതല്ലെങ്കിൽ മനുഷ്യ കോലത്തിൽ, മനുഷ്യ സൃഷ്ടിപ്പിൽ, മനുഷ്യ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ ഇറക്കി കുറച്ചു കാലം. അത് നമുക്ക് ഗുണത്തിന് വേണ്ടിയാണ്. അതാ ഞാൻ പറഞ്ഞത്, റസൂലുള്ളാഹി തങ്ങൾക്ക് നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിലും നമ്മൾ ദുആ ചെയ്തിട്ടില്ലെങ്കിലും യാതൊന്നും സംഭവിക്കാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് വന്നത് നമുക്ക് ഗുണത്തിന് വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ഹയാതി ഖൈറുൽ ലക്കും വ മമാതി ഖൈറുൽ ലക്കും. എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. ജീവിതവും ഖൈറാണ്, മരണവും ഖൈറാണ്. മരണം എങ്ങനെ ഖൈറാവുക? എന്നാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യമല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. മരണം ഖൈറാണ്. നമ്മുടെ ശരീരത്തിന്റെ റൂഹിയായ അവസ്ഥയുണ്ട്. നമ്മുടെ ഈ ശരീരത്തിന്റെ റൂഹിയായ അവസ്ഥ, ആ അവസ്ഥ നമ്മുടെ ഈ ജസദാകുന്ന കൂടിനുള്ളിൽ പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റൂഹ് ഇപ്പൊ നമ്മുടെ ശരീരത്തിലാണുള്ളത്. ഈ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിയുന്നതോടുകൂടെ റൂഹ് ജസദിന്റെ, ശരീരത്തിന്റെ പിടിയിൽ നിന്ന് സ്വതന്ത്രനാവുകയാണ്. ആ റൂഹിന് പിന്നെ യഥേഷ്ടം സഞ്ചരിക്കാൻ പറ്റും. ആ റൂഹ് നല്ല റൂഹാണെങ്കിൽ പോകുന്ന സ്ഥലം പുണ്യനബി പഠിപ്പിക്കുന്നുണ്ട്. മോശപ്പെട്ട റൂഹാണെങ്കിൽ പോകുന്ന സ്ഥലം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ വിഷയം മാറിപ്പോകുന്നില്ല, അത് മറ്റൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, നല്ല റൂഹിനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന്റെ കുടുക്കിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ സ്വന്തം ശരീരത്തിലുള്ളതിനേക്കാൾ, അതല്ലെങ്കിൽ ശരീരത്തിലുള്ള റൂഹിനേക്കാൾ ശക്തിയുള്ളത് സ്വയമുള്ള ഒരു റൂഹിനാണ്. ശരീരത്തിന്റെ കുടുസതയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി തങ്ങളെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്കൊക്കെ ഗുണമാണ്. ഏത് സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിക്കാനും നമുക്ക് കഴിയുന്നത് ആ ജസദാകുന്ന കുടുസതയിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ മാറിയത് കൊണ്ടാണ്. സ്വപ്നത്തിൽ പുണ്യനബിയെ കണ്ടാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വപ്നത്തിൽ എന്നെ ആരെങ്കിലും ദർശിച്ചാൽ അത് ഞാൻ തന്നെയാണ്. ഇന്ന ശൈത്താന ലാ യതമസ്സലു ബി. എന്റെ കോലത്തിൽ പിശാചിന് വരാൻ കഴിയില്ല എന്ന റസൂലുള്ളാഹി. സ്വപ്നത്തിൽ റസൂലുള്ളാഹി തങ്ങളെ കണ്ടാൽ അത് ഒറിജിനൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എവിടെ ഇരുന്നിട്ടും സ്വപ്നം കാണാലോ. അങ്ങ് മദീനയിൽ പോയി സ്വപ്നം കാണേണ്ട ആവശ്യമില്ല. ഈ പട്ടിശ്ശേരിയിലെ, ഈ പ്രദേശത്തിലെ ഒരു വീടിന്റെ ഉള്ളിലെ ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് കിടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണാം അള്ളാഹുവിന്റെ ഹബീബിനെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നേരെ മറിച്ച് ജസദുള്ള മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ കാണണമെങ്കിൽ മദീനയിൽ പോകണം. ഒരു കാഴ്ച എന്ന ഒരു ഗുണം മാത്രമേ ഞാൻ പറഞ്ഞത്, ബാക്കി ഗുണങ്ങളൊക്കെ ഇതിനോട് അങ്ങോട്ട് ചേർത്ത് വെച്ചാൽ മതി. അപ്പൊ റസൂലുള്ളാഹി ജനിച്ചതും മരണപ്പെട്ടതും വഫാത്തായതും നമുക്ക് ഖൈറാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
അതിന്റെ ജനനത്തിന്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞത്. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് റസൂലുള്ളാഹി തങ്ങളുടെ നൂറാണ്. അന മിൻ നൂരില്ലാ വ കുല്ലു ശൈഇൻ മിൻ നൂരി. ഞാൻ അല്ലാഹുവിന്റെ നൂറിൽ നിന്നാണ്, എന്റെ നൂറിൽ നിന്നാണ് സർവ്വ വസ്തുക്കളും എന്ന മഹാനായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു എന്ന് പറഞ്ഞാൽ നൂറാണ്. അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിസ്കാത്ത്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഈ ആകാശ ഭൂമികളുടെ നൂറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ നൂറിൽ നിന്നാണ് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. ശേഷം ആ നൂറിൽ നിന്നാണ് ബാക്കി എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യന് മാത്രമല്ല, ബാക്കി എല്ലാ കുല്ലു ശൈ, എല്ലാ വസ്തുക്കളും. അപ്പോ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ ഒരു നിഅമത്തെ ചെയ്തിട്ടുള്ളൂ. ആ നിഅമത്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി 99 നിഅമത്തും നാളെ സ്വർഗ്ഗത്തിലാണ്. 99 നിഅമത്തും നാളെ സ്വർഗ്ഗത്തിൽ നമ്മെ കാത്തിരിക്കാം. ഒരേ ഒരു നിഅമത്ത് മാത്രം ഭൂമിയിലേക്ക് ഇറക്കി. ആ നിഅമത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ മാത്രമേ ഈ ഭൂമിയിൽ എന്തെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുള്ളൂ. അപ്പൊ അല്ലാഹു തആലക്ക് നേരിട്ട് നൽകിക്കൂടെ? നൽകാം. അള്ളാഹുവിന്റെ രീതി അങ്ങനെ. നമ്മളെയൊക്കെ റൂഹിനെ പിടിക്കാൻ അള്ളാഹുവിന് മലക്കുകളെ ഏൽപ്പിക്കേണ്ട കാര്യമല്ല, അള്ളാഹ്ക്ക് നേരിട്ട് പിടിക്കാൻ പറ്റും. എല്ലാവരും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവസാനം അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മാത്രം ബാക്കിയാകുമ്പോ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റൂഹ് പിടിക്കുന്നത് അള്ളാഹു തആലയാണ്. ആ അള്ളാഹുവിന് നമ്മുടെ റൂഹ് പിടിക്കാൻ അസ്രായിൽ എന്ന മലക്കിനെ ചുമതലപ്പെടുത്തേണ്ട കാര്യമില്ല. പ്രവാചകന്മാരിലേക്ക് വഹി അറിയിക്കാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മലക്കിനെ ചുമതലപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ അള്ളാഹുവിന്റെ രീതി അങ്ങനെയാണ്. എന്നതുപോലെ ഈ ലോകത്ത് എന്തെങ്കിലും നിഅമത്ത് ചെയ്യണമെങ്കിൽ ആ നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മൾ വാങ്ങിയേ പറ്റൂ. അതല്ലെങ്കിൽ കിട്ടൂല. റസൂലുള്ളാഹി തങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ഗുണം നമുക്ക് കിട്ടാൻ കഴിയില്ല. അതാണ് പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങളിലേക്ക് ഒരു സലാത്ത് ചെല്ലുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇങ്ങോട്ടുള്ള കണക്ഷൻ വരുന്നു. നമുക്ക് ഗുണങ്ങൾ കൂടുന്നു. അത് ആത്മീയമായി ഗുണങ്ങൾ കൂടുന്നു, ഭൗതികമായി ഗുണങ്ങൾ കൂടുന്നു. റസൂലുള്ളാഹി തങ്ങളിലേക്കുള്ള കണക്ഷൻ എത്രമാത്രമുണ്ടോ അത്രമാത്രമാണ് ഒരു മനുഷ്യൻ ആത്മീയമായും ഭൗതികമായും ആരോഗ്യവാനാകുന്നത്. ആത്മീയമായും ഭൗതികമായും ആരോഗ്യവാനാകുന്നത് ആ പുണ്യനബിയിലേക്ക് എത്ര കണക്ഷൻ ഉണ്ട് നോക്കിയിട്ടാണ്. അപ്പോ മുസ്ലിമീങ്ങളല്ലാത്ത മുസ്ലിമീങ്ങളും ഇവിടെയുണ്ടല്ലോ, അവർക്കും ആരോഗ്യമുണ്ടല്ലോ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമിന്റെ മാത്രം പ്രവാചകനല്ല. നമ്മുടെ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മുസൽമാന്റെ പ്രവാചകൻ എന്നല്ല, മനുഷ്യകുലത്തിന്റെ മാത്രം പ്രവാചകനല്ല, ജിന്നുകളുടെയും പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ. ആ മുസ്ലിം സഹോദരന്മാർ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. എന്തേ സഹകരിക്കുന്നത്? അവരുടെയും പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ. അവരിലേക്കും റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് ഗുണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല നമ്മോട് സഹകരിക്കുന്ന അമുസ്ലിമീങ്ങൾ ഇവിടെയുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ഭൗതികമായ ജീവിതമൊക്കെ അല്ലാഹു തആല ക്ഷേമവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പും ഘടനയൊക്കെ അങ്ങനെ. ആ നൂറിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം മനുഷ്യനായി സൃഷ്ടിച്ചത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യത്തെ നബിയാണെങ്കിലും ആദം നബിയേക്കാൾ മുമ്പ് ഉള്ളത് മഹാനായ റസൂലുള്ളാഹി. മങ്കൂസ് മൗലൂദിലൂടെ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ചെല്ലാറുണ്ട്. എന്താ നമ്മൾ ഓതുന്നത്?
മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അഹങ്കാരം പറയുന്നത്, ഫഖർ പറയുന്നത് വഫ്തഖറ ബിഖൗനിഹി വാലിദ, ഞാനൊരു നബിയാണ് എന്ന് പറഞ്ഞിട്ടല്ല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അഹങ്കാരം പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങളെല്ലാരും വാപ്പയാണ് ഞാനാണ് കാരണോൽ എന്ന് പറഞ്ഞിട്ടല്ല അഹങ്കാരം പറയുന്നത്. അങ്ങനെയൊക്കെ പറയാലോ. എടാ ഞാൻ എന്റെ വാപ്പല്ലടാ, നിനക്ക് എന്നെ ഒന്ന് പരിഗണിച്ചൂടെ, അല്ലെങ്കിൽ ഞാൻ ഈ നാട്ടിലെ കാരണോലല്ലേ, എന്നൊക്കെ പറയാറുണ്ട്. ഇതൊന്നും അല്ല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയണത്. ആദം നബി ഫഖർ പറയുന്നത് വഫ്തഖറ ബികൗനിഹി വാലിദ, ഞാൻ മുഹമ്മദിന്റെ വാപ്പയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫഖർ നടിക്കുന്നത്. ഞാൻ മുഹമ്മദിന്റെ വാപ്പേ എന്നാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. നമ്മുടെ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി തങ്ങളെ ഇസ്തിഗാസ ചെയ്തിട്ടാണ്, റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് ഇടതേടിക്കൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പോന്നതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തത് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ് അല്ലാഹുവിനോട് ഇടതേടി ചോദിച്ചത്. അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമല്ല, ശേഷം വന്ന ഓരോ അമ്പിയാക്കളും റസൂലുള്ളാഹി തങ്ങളോട് ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ലോകം മുഴുവൻ അടക്കി ഭരിച്ച സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യേകത ലോകം മുഴുവനും അദ്ദേഹത്തിന്റെ കീഴിലാണ്. മനുഷ്യന്മാര് മാത്രമല്ല, ലോകം മുഴുവനും കാറ്റ് അദ്ദേഹത്തിന്റെ അധീനതയിലാണ്. കാറ്റടക്കം അദ്ദേഹത്തിന്റെ അധീനതയിലാണ്. ലോകത്തിന്റെ രാജാവാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇത്രയും വലിയ അധികാരം കിട്ടാനുള്ള രഹസ്യത്തെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ അധികാരത്തിന്റെ രഹസ്യം ഒരു മോതിരമായിരുന്നു. കയ്യിൽ ധരിച്ചിരുന്നൊരു മോതിരം. ആ മോതിരാണ് അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ രഹസ്യം. മോതിരം കയ്യിൽ നിന്ന് ഊരിയാൽ അധികാരം നഷ്ടപ്പെടും. അങ്ങനെ 40 ദിവസം അധികാരം നഷ്ടപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിൽ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ. ബാത്റൂമിലേക്ക് പോകുമ്പോ മോതിരം ധരിക്കാറില്ല. മോതിരം ഊരി തന്റെ വിശ്വസ്തയായ ഭാര്യയെ ഏൽപ്പിച്ചുകൊണ്ടാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാത്റൂമിലേക്ക് പോവാറുള്ളത്. അവിടെ ഇബ്ലീസ് കളിച്ച് ഒരു 40 ദിവസം, ഞാൻ ആ ചരിത്രത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഞാൻ വിഷയം തെറ്റിപ്പോകുമെന്ന് കരുതി ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരു 40 ദിവസം മാറാൻ ആ അധികാരം മാറുകയുണ്ടായി. കാരണം മോതിരം നഷ്ടപ്പെട്ടു എന്നതായിരുന്നു. 40 ദിവസങ്ങൾക്ക് ശേഷം മോതിരം തിരിച്ചു കിട്ടി. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് അധികാരം തിരിച്ചു വന്നു. എന്നാൽ ഈ മോതിരത്തിന്റെ പിന്നിലും ഒരു രഹസ്യമുണ്ട്. ആ മോതിരത്തിൽ എഴുതി വെക്കപ്പെട്ടതെന്താ? അനല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ അന വ മുഹമ്മദുൻ അബ്ദി വ റസൂലി. ഞാൻ അല്ലാഹുവാണ്, അല്ലാഹു തആലയാണ് ഈ മോതിരം സമ്മാനിച്ചത്. ആ മോതിരത്തിൽ പറയുന്നത് അനല്ലാ, ഞാൻ അല്ലാഹുവാണ്, അല്ലദീ ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധനക്കർഹനുമില്ല. എന്നിട്ട് പറയുന്നത് മുഹമ്മദുൻ അബ്ദി വ റസൂലി, മുഹമ്മദന്റെ അടിമയാണ്, മുഹമ്മദന്റെ ദൂതനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോതിരത്തിൽ എഴുതി. വരാൻ പോകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോതിരത്തിൽ എഴുതിയത് മുഹമ്മദ് നബി തങ്ങളുടെ പേരാണ്. ആ മോതിരമാണ് അധികാരത്തിന്റെ രഹസ്യം. ശേഷം വന്ന അമ്പിയാക്കൾ മുഴുവനും അങ്ങനെയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സഹായം കിട്ടിയവരാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ചില്ല എങ്കിൽ അവർക്കൊന്നും പ്രവാചകത്വത്തിന് അവകാശമേ ഇല്ല.
ആ പ്രവാചകന്മാരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ അവരുടെ പ്രവാചകത്വമൊക്കെ നീങ്ങി അവരെല്ലാവരും മുഹമ്മദ് നബി തങ്ങളെ അംഗീകരിച്ചോളണമെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പനയുള്ളത്. റസൂലുള്ളാഹി തങ്ങൾ വന്നാൽ പിന്നെ മുഹമ്മദ് നബി തങ്ങൾ മാത്രം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം മനസ്സിലായല്ലോ. ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ആ മഹാനവറുകളുടെ നൂറ്. ആ നൂറ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ അങ്ങോട്ട് പ്രവേശിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ മാപ്പയായ അബ്ദുല്ലാഹിലെത്തുന്നത് വരെ സ്വാലിഹീങ്ങളിലൂടെ മാത്രമാണ് സഞ്ചരിച്ചത്. റസൂലുള്ളാഹി തങ്ങളുടെ പിതാവായ അബ്ദുല്ല എന്നവരിലെത്തിയപ്പോ ആ അബ്ദുല്ല എന്നവരിൽ നിന്ന് അമിന ബീവിയുടെ ഗർഭാശയത്തിലേക്ക് എത്തി. അമിന ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിലേക്ക് പൂജാതനായി. ആ പൂജാതനായത് പരിശുദ്ധ റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വലിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് പൂജാതനായത്. അതാ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുന്നത്. എന്താ സന്തോഷം പ്രകടിപ്പിച്ചാൽ നമുക്ക് കിട്ടാനുള്ളത്? റസൂലുള്ളാഹി തങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്ന ആളായിരുന്നു സ്വന്തം എളാപ്പയായ അബൂലഹബ്. സ്വന്തം എളാപ്പ, സ്വന്തം മൂത്താപ്പയായ അബൂലഹബ്. ആ അബൂലഹബ് റസൂലുള്ളാഹി തങ്ങളെ ആക്രമിച്ച കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, സൂറത്തിറക്കി. തബ്ബത് യദാ അബീ ലഹബ്. ഒരു സൂറത്ത് തന്നെ ഒരു മനുഷ്യനെ കുറിച്ച് ആക്ഷേപിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇറക്കി എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ അവസ്ഥ എന്താ? ഒരായത്തല്ല, ഒരു വാക്കല്ല, ഒരു സൂറത്ത് ആ മനുഷ്യനെ ആക്ഷേപിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. എന്തേ കാരണം? ഈ സൂറത്തിറങ്ങാനുള്ള അതിന്റെ സബബുൻ നുസൂലിൽ മഹാന്മാർ പഠിപ്പിക്കുന്നു, വഅൻദിർ അശീറതകൽ അവ്വലീൻ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല കൽപ്പിച്ചു, അങ്ങയുടെ കുടുംബത്തെ ഭയപ്പെടുത്തി അറിയിക്കണം. അല്ലാഹു ഏകനാണെന്നും അങ്ങ് അല്ലാഹുവിന്റെ ദൂതനാണെന്നുമുള്ള വിവരം അങ്ങയുടെ കുടുംബത്തെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലമുകളിൽ കയറിയിട്ട് കുടുംബത്തെ മുഴുവനും വിളിച്ചു. എല്ലാ കുടുംബക്കാരും ഒരുമിച്ച് കൂടി. കാരണം മുഹമ്മദ് വിളിച്ചാൽ പോകണം. മുഹമ്മദ് സത്യവാനാണ്, മുഹമ്മദ് അൽ-അമീനാണ്. മുഹമ്മദിന്റെ അടുക്കൽ നിന്ന് ഇതുവരെ കള്ളത്തരം കണ്ടിട്ടില്ല. മുഹമ്മദ് എല്ലാവരെയും വിളിക്കുന്നു. എല്ലാവരും മുഹമ്മദിന്റെ വിളി കേട്ട് ചെന്നു. എല്ലാവരും ചെന്നു മലയുടെ അടുത്തേക്ക്. എല്ലാവരും ചെന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലയോ സമൂഹമേ, നിങ്ങൾ എന്റെ കുടുംബക്കാരാണല്ലോ. ഈ മലയുടെ മുകളിലാണ് ഞാൻ കയറി നിൽക്കുന്നത്. ഈ മലയുടെ അപ്പുറത്ത് നിന്നൊരു സംഘം നിങ്ങൾ ആക്രമിക്കാൻ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചോദ്യം ഭയങ്കര. പറഞ്ഞാൽ വിശ്വസിക്കുമെന്നല്ല, ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അവർക്കുള്ള വിശ്വാസ്യത ആദ്യം ഉറപ്പുവരുത്തുകയാണ് മുഹമ്മദ് മുസ്തഫ. അവര് മറുപടി പറഞ്ഞു, മുഹമ്മദ്, സത്യമല്ലാതെ ഇന്ന് വരെ നീ സംസാരിച്ചിട്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തിലെ അൽ അമീനാണ് നീ. അമീൻ, അൽ അമീൻ വ്യത്യാസമുണ്ട്. അമീൻ എന്ന് പറയുമ്പോ വിശ്വസ്തൻ, അൽ അമീൻ എന്ന് പറയുമ്പോ വിശ്വസ്തതയുടെ അങ്ങേയറ്റമുള്ള ആളാ. വെറും വിശ്വസ്തത മാത്രമേ അദ്ദേഹത്തിന്റെ അടുക്കലുള്ളൂ. അപ്പോൾ അൽ അമീൻ എന്ന് പറയും. ഞങ്ങളുടെ കൂട്ടത്തിലെ അൽ അമീനല്ലേ നീ? അതുകൊണ്ട് നീ പറഞ്ഞാൽ അവരുമായി യുദ്ധം ചെയ്യാൻ ഞങ്ങളൊന്ന് മലമുകളിൽ കയറി നോക്കുക പോലുമില്ല. ആയുധം ധരിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ പുറപ്പെടും. അത്രക്ക് വിശ്വാസമുണ്ട് നിന്നെ. ആ സമയത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ ഞാൻ പറയട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
നിങ്ങൾ ആരാധിക്കുന്ന ഈ കല്ലുകളും നിങ്ങൾ ആരാധിക്കുന്ന ഈ മുള്ളുകളും ഈ കാഞ്ഞിരക്കുറ്റികളൊന്നും ആരാധിക്കപ്പെടേണ്ട വസ്തുക്കളല്ല. ആരാധിക്കപ്പെടേണ്ടത് ഒരേ ഒരുവൻ മാത്രമാണ്, അത് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അത് പറയാൻ എന്നെ അല്ലാഹു തആല പറഞ്ഞയച്ച ദൂതനാണ് ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് പറഞ്ഞപ്പോ എല്ലാവരും റസൂലുള്ളാഹി തങ്ങളെ ആക്ഷേപിക്കാൻ തുടങ്ങി. അതുവരെ അല്ലമീൻ എന്ന് വിളിച്ചവർ ഇന്നക്കല്ല മജ്നൂൻ എന്ന് പറയാൻ തുടങ്ങി. കൂട്ടത്തിൽ അബൂ ലഹബ് കല്ലെടുത്തുകൊണ്ട് പറഞ്ഞു, ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ നീ ക്ഷണിച്ചത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങളെ എറിയാൻ ആരംഭിച്ചു.